അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കഅബത്തെ ആ ഒരു ഭാഗത്തിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കിനാവാണ് കണ്ടത്. കിനാവ് എന്തൊരു ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ ഒരു കഅബത്തെ രക്ഷിതാവുക നിങ്ങൾ കൊടുക്കണ എനിക്കത്തെ നേർച്ച എന്താക്കൊരു ബീട്ടോറും ഉണ്ടാണ് നേർച്ച നിങ്ങൾ കൊടുക്കറുണ്ടാണ് കിനാവ് കണ്ടത്. അബ്ദുൽ മുത്തലിബ് പെട്ടെന്ന് ഇങ്ങനെ എണിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് അങ്ങനെ നേരെ എന്താക്കുക ഒരു ആർഡർ അറുത്തിട്ട് സ്വതക്ക കൊടുക്കണം. അങ്ങനെ രണ്ടാമതായിട്ട് രണ്ടാമത്തെ നാൾ ഉറങ്ങുമ്പോൾ ഇതേപോലത്തെ കിനാവാണ് കണ്ടത്. അങ്ങനെ മൂന്ന് കിനാവ് ആറ് കണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കണ്ടു. അപ്പോൾ എന്തായിരിക്കും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും കണ്ട കിനാവും അതിൽ പിന്നെ അബ്ദുൽ മുത്തലിബ് എന്തെല്ലാം ആക്കിയിട്ട് ആ ഒരു ചരിത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് നോക്കോ പോണ്ടത്. പരിശുദ്ധമായ മക്കത്തിൽ സംസം കിണർ അതായത് സംസം കിണർ മൂടപ്പെട്ടിട്ടുന്ന ഒരു അവസ്ഥ മുച്ചിട്ടുണ്ട്. അതിൽ ഒരു തുറന്ന ഒരു ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രം മുന്നലത്തെ ഒരു വീഡിയോയിൽ നിന്നാണ് എന്താക്കിയത് ചൊന്നുര. അപ്പോൾ ഈ ഒരു സംസം കിണർ എടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച വെച്ചിട്ടുണ്ട്. നക്കൊരു 10 മക്ക ഉണ്ടായിട്ട് കണ്ടെങ്കിൽ ആ 10 മക്കളും നക്ക് സഹായത്ത് ബന്ധേണ്ട കണ്ടെങ്കിൽ അതിൽ ഒരു കിടാവരെ ഞാൻ എന്താക്കറ ബലി അറക്കറേണ്ട ഒരു നേർച്ച വെച്ചിട്ടുണ്ട്. അതായത് ഈ സംസം കിണർ തുറക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത് കുഴിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു മോണ് മാത്രമാണ് അണ്ട് ജീവിച്ചിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മോണ് മാത്രമാണ് അണ്ട് ഇന്നത്. അപ്പോഴാണ് ഈ ഒരു നേർച്ച എന്താക്കുന്നത് ബേക്കർ. അങ്ങനെ പിന്നെ സംസം കിണർ എടുക്കുന്നതും പിടിക്കലും അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രം കാര്യമാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിന്നാണ് എന്താക്കുക ചുന്നര. അതിൽ ലിങ്ക് പിന്നെ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സംഭവമെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിക്ക് എന്തായിട്ട് 10 മക്ക ഉണ്ടായിട്ട് ഈ 10 മക്കവും ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് നല്ലോണം സഹകരണം ആക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്തായിട്ടിക്കറെ മക്കത്തിൽ ആ ഒരു കഅബത്തെ ഒരു കീഴ്ഭാഗത്തിൽ ഉറങ്ങിയിട്ടിക്കുന്ന സന്ദർഭത്തിലാണ് നേരത്തെ ചൊന്ന പോലത്തെ ഒരു കിനാവ് കണ്ടത്. ആ കിനാവ് ഒന്നാമത്തെ കിനാവ് എങ്ങനെയാണ് ചൊന്നിട്ട് കണ്ടെങ്കിൽ നീ ഈ ഒരു റബ്ബുക അതായത് ഈ ഒരു കഅബത്തെ രക്ഷിതാവുക കൊടുക്കണ നേർച്ച നീ എന്താക്കണം ബീട്ടോന്നുണ്ടാണ് കിനാവ് കണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവം കുറേ നാൾ കഴിഞ്ഞത് കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഈ ഒരു കാര്യം മറന്നിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പേടിച്ചിട്ടാണ് എണിക്കരുത്. എന്നിട്ട് എന്താക്കരുത് ഒരു ആർഡറെ എന്താക്കരുത് അറുത്തിട്ട് സ്വതക്ക കൊടുക്കുക, പാവത്തെങ്കിൽ സ്വതക്ക കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ നാൾ ഉറങ്ങിട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു കിനാവ് കണ്ടത്. അതായത് നീ കൊടുത്തതിനേക്കാളും വലിയൊരു നേർച്ചയാണ് നീ എന്താക്കണായി വീട്ടണായതുണ്ട്. അങ്ങനെ പിറ്റേണ്ട് എണിച്ചിട്ട് എന്താക്കരുത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഒരു പൈരാണ് എന്താക്കരുത് അറുത്തിട്ട് സ്വതക്ക കൊടുക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ നാൾ എന്താക്കരുത് ഉറങ്ങിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നൊരു കിനാവ് കണ്ട് നീ കൊടുത്തതിനേക്കാളും ഇന്നും വലിയ ഒരു സ്വതക്കാണ് നീ കൊടുക്കണായത്, ഇല്ലെങ്കിൽ വലിയൊരു നേർച്ചയാണ് നീ എന്താക്കണം വീട്ടുണ്ടായതാണ്. അങ്ങനെ മൂന്നാമത്തെ നാൾ എണിച്ചിട്ട് എന്താക്കരുത് ഒരു വണ്ടടെ അറുത്തിട്ട് അതിൽ നിന്നുള്ള ഇറച്ചും കാര്യങ്ങൾ എന്താക്കരുത് സ്വതക്ക എടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നാലാമത്തെ നാൾ കിടന്നു ഉറങ്ങുന്ന സന്ദർഭത്തിൽ പിന്നെയും അതേപോലത്തെ കിനാവാണ് കണ്ടത്. അതായത് നീ കൊടുത്തതിനേക്കാളും ഇന്നും കൂടി വലിയതാണ് നീ എന്താക്കണത് സ്വതക്ക കൊടുക്കണമെന്നാണ് ചൊന്നത്, നേർച്ച വീട്ടണമെന്നാണ് ചൊന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കേക്കർ ഇനി ഞാൻ എന്താണ് ഇതിരാണ്ട് വലിയത് കൊടുക്കണത്. അതായത് അണ്ടകാലത്തിൽ ഏറ്റവും വലിയ ഒരു ജീവിച്ചുള്ളത് എന്താണ് വണ്ടാണ്. അതിനേക്കാൾ വലിയ ഒരു സ്വതക്ക കൊടുക്കേണ്ട ഇല്ലെങ്കിൽ നേർച്ച വയ്ക്കണ വേറെ ഒരു ജീവിയില്ല. അപ്പോഴാണ് ആ ഒരു കിനാവിൽ ചൊല്ലത്. അതായത് നീന് അണ്ടൊരു എന്താക്കണം മോൻ്റെ നേർച്ച വെച്ചിരുന്ന ബലി അറക്കിടാൻ ചൊന്നുള്ള ഒരു നേർച്ച വെച്ചിരുന്ന ആ ഒരു നേർച്ചയാണ് നീ എന്തോക്കണത് വീട്ടണായതുകൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്താക്കിയത് ആ എല്ലാവരും മക്കളെ വിളിച്ചിട്ട് എന്താക്കി ചൊന്തു ഞാൻ ഇങ്ങനത്തെ ഒരു നേർച്ച വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു കിനാവും കാര്യങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താ? അപ്പോൾ 10 മക്കം ചൊന്നാറ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഞങ്ങൾ എന്തായാലും സപ്പോർട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്തിനാണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ ആക്കോളും ചൊല്ലും. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ചൊല്ലു നിങ്ങൾ എന്താക്കോ പോയിട്ട് നിങ്ങളെല്ലാം ഓരോ അമ്പ് എടുത്താൽ പറയും ഒരു ബില്ല് ബാണല്ലേ അതെടുത്ത് പറയും അതിൽ നിങ്ങൾ പേരെഴുതിയിട്ട് പറഞ്ഞു ചൊന്തു. അങ്ങനെ എന്താക്കിയാറ് ഈ മക്കം എന്താക്കിയാറ് 10 മക്കം പോയിട്ട് ഒരു അമ്പെടുത്ത് വന്നാൽ അതിൽ അങ്ങനെ പേരെഴുതിയിട്ട് നേരെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ കൊടുത്താറ്. അബ്ദുൽ മുത്തലിബ് അത് ഈ മക്കളും കൂട്ടിയൊണ്ടിയോടെ പോയിട്ട് മക്കത്ത് അതായത് കഅബത്ത് മുട്ടാണ് പോയത്. അങ്ങനെ കഅബത്ത് മുട്ട പോയിട്ട് ഈ 10 അവിടെ ഇട്ടിട്ട് എന്താക്കുക നറുക്കാണ് ഇടരുത്. നറുക്കിട്ടിട്ട് ആരട്ടെ അള്ളാഹുരട്ടെ ഇല്ലെങ്കിൽ ആ ഒരു കഅബത്ത് മുതൽ എന്താക്കുക ദ്വാർക്ക്. അങ്ങനെ ഈ ഒരു ദ്വാർന്നിട്ട് നറുക്കിട്ട സന്ദർഭത്തിൽ ഈ ഒരു നറുക്ക് ബോൾഡ് ദ്വാർക്ക് ചെന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു കാണും. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊല്ലത്
ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാപ്പ കാണാൻ എന്താ അവിടെ നറുക്ക് പുള്ളത്. ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊല്ലത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിക്ക് ഏറ്റവും പിരിസപ്പെട്ട ഒരു മോനാണ് അബ്ദുള്ള. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്താക്കുക മോൻ്റെ ചൊല്ലുക, അപ്പം നിൽക്കാൻ നറുക്ക് പോകേണ്ടത്, അപ്പം ഞങ്ങൾ എന്താക്കുക നിൻ്റെ ബലി ഇറക്കും കൂട്ടിക്കൊണ്ട് പോവാൻ. ഈ ഒരു സംഭവത്തിൽ പിന്നെ ഈ ഒരു നറുക്ക് കഴിഞ്ഞാൽ പിന്നെയാണ് ആര് പെരുത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അതേപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പെരുത്. ഈ ഒരു സംഭവം കഴിഞ്ഞതിൽ പിന്നെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂട്ടിയോണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്താക്കുക ഈ പണ്ട് കാലത്തിൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ബലി ഇറക്കണമെങ്കിൽ ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് ആരെ കൂട്ടിയോണ്ട് പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ അബ്ദുൽ മുത്തലിബ് എന്താ കൂട്ടിയോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കൂട്ടി പോയിട്ട് ബലി ഇറക്കടെ ആ ഒരു കല്ലിൽ ദൈപ്പായിട്ട് സന്ദർഭത്തിൽ മക്കത്തിൽ ഇന്ന് കുറേശ്ശായ ആൾക്കാർ വന്നിട്ട് എന്താക്കാറ് കേൾക്കാറ് അബ്ദുൽ മുത്തലിബ് രട്ടിക്കാം എന്താണ് നീ നാക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ ചൊല്ലാറ് ഞാൻ ഇങ്ങനത്തെ നേർച്ച വെച്ചിരുന്നത്, അപ്പം എൻ്റെ മോൻ്റെ ഞാൻ അർക്കോ കാണാൻ വന്നത്. ആ സന്ദർഭത്തിൽ മക്കത്തെ കുറേശ്ശിങ്ങ ചൊന്നാറ് നീ എന്താക്കുത്തീര ഈ കിടാവിടെ നീ എന്താക്കുത്തീര അർക്കോത്തീര നിൻ്റെ ഈ മോൻ്റെ നീ അർക്കോത്തീര. കാരണം നീ ഒരു ഇപ്പം അർക്കോ തുടങ്ങേണ്ട കണ്ടെങ്കിൽ പിന്നീട് എന്താ ഈ ബാക്കിയുള്ള കുറേശ്ശായ ആൾക്കാർ ഇങ്ങനെ നേർച്ച ബേക്കുവാറ്. അങ്ങനെ നേർച്ച വെച്ചിട്ട് ആ മക്കൾ അർക്കവും കൂട്ടിയ പോയവർ അർക്കുവാറ്. ഇത് പിന്നീട് എന്താ ഈ ഒരു മക്കത്തിൽ എന്തോ ഇതൊരു ആചാരമായിട്ട് പറയും. അതുകൊണ്ട് എന്താക്കണ്ട ഈ ഒരു മോൻ്റെ നീ എന്താ അറക്കണ്ട. ബദലിക്ക് നീ എന്താക്കണു ഒരു കിനാവിടെ അർത്ഥ ചൊല്ലെങ്കത്തെ ഒരാളുണ്ട് സ്വപ്ന വ്യാഖ്യാനം ചൊല്ലെങ്കിൽ ഒരു പെണ്ണിങ്ങുണ്ട്. ആ പെണ്ണിങ്ങനെ മുട്ട നീ എന്താക്കും പോറും എന്നിട്ട് കേൾക്കും. ഈ പെണ്ണ് ചൊല്ലത് ഹൈബറിലാണ് ഈ ഒരു പെണ്ണിങ്ങ ഉള്ളത്. ഈ പെണ്ണിങ്ങിലെ പേര് ചൊല്ലത് കുത്തുബാണ്ടാണ്. ചില അഭിപ്രായ പ്രകാരം കുത്തുബാണ്ടാണ് പേര്, കുറേ അഭിപ്രായ പ്രകാരം സജാഹിണ്ടാണ് പേര്. അങ്ങനെ ഈ ജനറൽ ഏതോ ഒരു പേരാണ് ആ പെണ്ണിങ്ങ ഉള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്താക്കി ഈ ഒരു സ്വപ്ന വ്യാഖ്യാനം ചൊല്ലെങ്കിൽ ആ ഒരു പെണ്ണിങ്ങളെ മുട്ട, അതായത് ഹൈബറിലാണ് ഈ ഒരു പെണ്ണിങ്ങുള്ളത്, ആ ഒരു ഐമറ മുട്ട പോയിട്ട് ഇങ്ങനത്തെ കിനാവ് കണ്ടതും ഇതുക്കുള്ള പരിഹാരം എന്തിനാണ് കേൾക്കുന്നത്. അപ്പോഴാണ് ആ പെണ്ണിങ്ങ ചൊല്ലത് നിങ്ങൾ റായത്തിൽ ഒരാൾ മരിച്ചിട്ട് കണ്ടെങ്കിൽ ഒരാൾ കൊന്നിട്ട് കണ്ടെങ്കിൽ അതുക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ പരിഹാരമായിട്ട് എന്ത് കൊടുക്കരുതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ചൊല്ലാറ് ഒരാൾ മരിച്ചിട്ട് കണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പരിഹാരമായിട്ട് കൊടുക്കരുത് 10 വണ്ടാണ് ചൊല്ലത്. അപ്പോൾ ഈ പെണ്ണിങ്ങ ചൊല്ലും അപ്പം നിങ്ങൾ എന്താക്കും നേരെ മക്കത്തേക്ക് പോരും. മക്കത്തേക്ക് പോയിട്ട് എന്താക്കും നറുക്കിടോറും. ആരുടെ പേർക്ക് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേരിലും അതേപോലെ വണ്ടയുടെ പേരിലാണ് നിങ്ങൾ നറുക്കിടണായത്. എത്രത്തോളം അബ്ദുള്ളയുടെ പേര് പണ്ട് ആ ഒരു പേരനുസരിച്ച് നിങ്ങൾ എന്താക്കും 10 വണ്ട നിങ്ങൾ എന്താക്കും വെച്ചിട്ട് ആക്കോറുണ്ടാണ് ചൊല്ലിയത്. എപ്പോഴാണ് വണ്ടയുടെ പേര് പണ്ട് അത്ത് കൗണ്ട് നിങ്ങൾ എന്താക്കും ഈ ഒരു നറുക്ക് നിങ്ങൾ നിപ്പാട്ടോറുണ്ടാണ് ചൊല്ലുന്നത്. അങ്ങനെ നേരെ ഇങ്ങനെ എന്താക്കാറ് മക്കത്തേക്ക് പോയാറ്. അങ്ങനെ മക്കത്തേക്ക് പോയിട്ട് എന്താക്കിയത് നിങ്ങൾ ജണ്ടാലെ പേര് നറുക്കിട്ടാറ്. അങ്ങനെ നറുക്കിടുമ്പോൾ ആരുടെ പേരാണ് വന്നത് അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേരാണ് വന്നത്. അങ്ങനെ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേര് പറയുമ്പോൾ എന്താക്കിയത് 10 വണ്ടയുടെ വെച്ചാറ്. അങ്ങനെ ജണ്ട് 3 4 അങ്ങനെ ഒരു 10 വട്ടം എന്താണ് എന്താക്കിയത് പേരിട്ടത്. ഈ 10 വട്ടം പേരിട്ടിട്ടാകുമ്പോൾ ആരുടെ പേരാണ് വന്നത് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേരാണ് വന്നത്. അങ്ങനെ ഏകദേശം എത്ര വണ്ടായിട്ട് 100 വണ്ട ആണ് ആയത്. അങ്ങനെ 100 വണ്ട കഴിഞ്ഞാൽ പിന്നെ പേരിട്ടിട്ടാകുമ്പോൾ ആരുടെ പേര് വന്നത് ഈ വണ്ടയുടെ മേലിലാണ് പേര് വന്നത്. അതോടുകൂടി എന്ത് ചെയ്ത് സ്റ്റോപ്പായിത്തോ ഏത് നറുക്ക് സ്റ്റോപ്പാക്കിയാറ്. ഈ സന്ദർഭത്തിൽ കുറേശ്ശായ ആൾക്കാർ ചൊന്നാറ് അള്ളാഹു എന്താക്കിയത് അബ്ദുൽ മുത്തലിബ് തൃപ്തിപ്പെട്ടിട്ടുണ്ടാണ് ചൊല്ലത്. ഈ സന്ദർഭത്തിൽ ബഹുമാന അബ്ദുൽ മുത്തലിബ് എന്താക്കിയില്ല നീണ്ടില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്താക്കി ഇന്നും 3 വട്ടം എന്താക്കി നറുക്കിട്ടത് ആരെ വണ്ടയുടെ പേരിലും അതേപോലെ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേരിലും. പിന്നീട് 3 പേരും ആരെ മേലുകാണ് വന്നത് വണ്ടയുടെ മേലുകാണ് വന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ അറക്കയുടെ ബദലേക്ക് ഈ 100 വണ്ടടാണ് എന്താക്കിയത് അറുത്തിട്ട് എന്താക്കി സ്വതക്കം കൊടുത്തത്. അങ്ങനെ അതിൽ കുറേ ഇറച്ചും കൂടി എന്താ ബാക്കി വെച്ചത്, അതായത് മൃഗങ്ങൾക്കും കൂടി തിന്നൊക്കെ എന്താക്കി വെച്ചിട്ട് ഇന്നാറുണ്ടാണ് ചരിത്രം എന്താക്കുന്നത് ചൊല്ലത്. ഇതിൽ ഈ ഒരു സംഭവത്തിൽ പിന്നെയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിനും അതേപോലെ ആമിന ബീബി റളിയല്ലാഹുവിനും എന്താ അവിടുന്ന് മങ്ങിലാവിടുന്നതും അതിൽ നിന്നിട്ടാണ് ബഹുമാന ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം കാര്യമെല്ലാം നടക്കുന്നത് പിന്നീടാണ്. ഏതായാലും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ടുണ്ട് ചൊന്നൂറ്റിനകത്ത് അന ഇബ്നു ദാബിഹൈനി, അതായത് ജണ്ട് അർക്കപ്പെട്ട ആൾക്കാരുടെ നിന്നുള്ള മോണായിട്ടിക്കര നാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെയും അതേപോലെ അബ്ദുള്ള റളിയല്ലാഹു ഈ ജണ്ട് ആൾക്കാരും എന്താണ് അർക്കുകയാണ് കൊണ്ടുപോയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ അർക്കുകയാണ് പോകേണ്ടത്. അപ്പോൾ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു കുടുംബ പരമ്പരയിലാണ് ആര് ബണ്ടത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബണ്ടത്. അതേപോലെ രണ്ടാമതായിട്ട് അറക്കുക നോക്കിയ ആളാണ് ആറ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ അബ്ദുള്ള റളിയല്ലാഹു ഈ ഒരു ഇങ്ങനെയായിട്ടാണ് എന്തായത് രക്ഷപ്പെട്ടത്.
ഈ അബ്ദുള്ള റളിയല്ലാഹുവിനുടെ വഫാത്ത് ചൊല്ലിയത് ഷാമുഖ്, അതായത് മക്കയിലുള്ള കുറേശികളെ ആൾക്കാരെ കച്ചവട സംഘമായിട്ട് ഇവിടേക്ക് ഷാമുഖാണ് പോകേണ്ടത്. അത് ഈ പോണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആമിന ബീബി റളിയല്ലാഹുവിന് എന്താണ് ഗർഭിണിയാണ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് കച്ചവടവുമായിട്ട് ആറ് പോണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു ഇവിടെ പോകേണ്ടത് ഷാമുഖ് പോകേണ്ടത്. അതായത് ആമിന ബീബി റളിയല്ലാഹുവിനോടുണ്ട് മക്കയിലാണ് ഉള്ളത്. അങ്ങനെ പോയിട്ട് റിട്ടേൺ വേണ്ട സന്ദർഭത്തിൽ മദീനത്തേക്ക് എത്ര സന്ദർഭത്തിലാണ് അബ്ദുള്ള റളിയല്ലാഹുവിന് എന്താ അവിടെ രോഗമുണ്ടത്. അങ്ങനെ രോഗബന്ധ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിനുടെയും കുടുംബക്കാരായ ബനു അദീബിന് നജ്ജാർ ഗോത്രത്തിലുള്ള അങ്ങനെ ഔത്തുലാണ് എന്താ അവിടെ താമസിക്കുന്നത്. അതായത് ഈ രോഗം വന്നത് കൊണ്ട് ആ ഔത്തുലാണ് ഇക്കുന്നത്. അങ്ങനെ ഒരു തിങ്കൾ തോലും ആ ഔത്തിൽ എന്ത് രോഗമായിട്ടാണ് ഇക്കുന്നത്. ഈ സന്ദർഭത്തിൽ ബാക്കിയുള്ള ആൾക്കാർ, അതായത് കുറേശ്ശേ ആൾക്കാർ കച്ചവടത്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരല്ലേ പോകേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്താക്കി റിട്ടേൺ മക്കത്തേക്ക് പോയാർ. അങ്ങനെ മക്കത്ത് പോയ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബിനോട് ചൊന്നാർ, അതായത് നിങ്ങൾ മോണിങ്ങനെ പണിയും കാര്യമായിട്ട് രോഗമായിട്ട് ഇവിടെ ഉണ്ടോ, ഞാൻ മദീനത്തിലാണ് ഉള്ളത്. ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് എന്താക്കറ് വലിയ മോനായ ഹാരിസിലൂടെ കിടത്തര മദീനത്ത് കിടത്തര. അതായത് അബ്ദുള്ളയുടെ അവസ്ഥ എന്തും കാര്യമെല്ലാം നോക്കോ വേണ്ടിയിട്ടാണ് കിടത്തര. അങ്ങനെ അബ്ദുള്ള റളിയല്ലാഹുവിന് നോക്കോബേനായിട്ട് മദീനത്ത് എത്തിയ സന്ദർഭത്തിലാണ് അവിടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിന് എന്തായാലും വഫാത്തായിട്ടാണ് അഭിഷേകിട്ടിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുരെ അദീബിന് നജ്ജാറിലെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട നാബിഗ ചൊല്ലങ്ങളെ ഔത്തുലാണ് മരമാടിയത്, കബറടിക്കിയത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു എന്താക്കിയത് കബറടിക്കിയത്. അങ്ങനെ ഈ ഒരു സംഭവമായിട്ട് പിന്നീട് മക്കത്ത് പോയിട്ട് ചൊന്ന സന്ദർഭത്തിൽ ഈ ഒരു അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ മരണം ആ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ ഒരു വിഷമം, ഒരു ബേജാറാണ് എന്തായത് കൊടുത്തത്. ഈ സന്ദർഭത്തിൽ അതായത് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിന് വഫാത്താവുടെ സന്ദർഭത്തിൽ ഇന്ന് വയസ്സ് ചൊല്ലത് വെറും 25 വർഷമാണ് ആർക്ക് വയസ്സിന്ന് അബ്ദുള്ള റളിയല്ലാഹുവിന് ഇന്നത്. അപ്പോൾ 25 വർഷത്തിലാണ് ആറ് വഫാത്തായത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിന് എന്തായത് വഫാത്തായത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട വഫാത്താവുടെ സന്ദർഭത്തിൽ അങ്ങനെ കയ്യിൽ നിന്ന് ഒരു സ്വത്ത് ചൊല്ലത് 5 വണ്ടയും അതേപോലെ കുറേ ആടാണ് ഇന്നത്. അതേപോലെ എത്യോപ്യക്കാരിയായ ഒരു അടിമ, അതായത് ബറക്ക ചൊല്ല ആൾക്കാണ്, അതായത് ഉമ്മൈമാൻ റളിയല്ലാഹു അൻഹാണ്. അതായത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിപ്പിച്ചത് ഇല്ലെങ്കിൽ പേത്ത് നോക്കിയത് എടുത്തതും, അതായത് ഗർഭമെല്ലാം എടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഉമ്മൈമാൻ റളിയല്ലാഹു അൻഹ, അതായത് ഈ ബറക്കാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇത്രയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ചൊല്ലത്. അതേപോലെ ഇതാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പരെ ഒരു ചരിത്രം ചൊല്ലത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇണ്ടത്തെ 4 ചരിത്രമായിട്ട് ബണ്ട 4 പുതിയൊരു ചരിത്രമായിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.